നമസ്കാരം. ഈ വീഡിയോ ശരിക്കും ഒരു ആമസോണിൽ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലർ അക്കൗണ്ട് റൺ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതായത് നമ്മൾക്കിപ്പോൾ 22-ാം തീയതി മുതൽ സെപ്റ്റംബർ 22 ഇന്നലെ മുതൽ നമ്മൾ GST റേറ്റ്സ് മാറ്റിയിട്ടുണ്ട്. അതായത് നമുക്ക് 12% ഉള്ള പല പ്രോഡക്ട്സ് മിക്കവാറും ഗ്രോസറിയിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ 5% കൺവേർട്ട് ആയി. അതുപോലെ 18% ഉള്ളത് 12% ആയിട്ടുണ്ട്. ദെൻ 28% ഉള്ളത് ചിലത് 40% ആയിട്ടുണ്ട്. അങ്ങനെ പല മാറ്റങ്ങളും GSTയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിൽ നിങ്ങളുടെ ലിസ്റ്റിങ്സിൽ ഏതിനൊക്കെയാണോ മാറ്റം വന്നിട്ടുള്ളത് അത് നമ്മൾ മാനുവലി അത് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. 3 കാറ്റഗറി മാത്രം ആമസോൺ ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. അതായത് ഇപ്പോൾ 18% ഉള്ളത് 12% ആക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ആമസോണിൽ ചേഞ്ച് ആയിക്കോളും. അതുപോലെ തന്നെ 12 to 5%, 28 to 18%, ഈ 3 കാറ്റഗറി ആമസോൺ ലിസ്റ്റിങ്ങിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ടാക്സ് കോഡ് PTC എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ടാക്സ് കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ബാക്കി വരുന്ന കാറ്റഗറീസ് എല്ലാം, അതായത് ഇപ്പോൾ 18% 5% ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും 12 to 0% ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ വരുന്ന മാറ്റങ്ങളെല്ലാം, അല്ലെങ്കിൽ 18 ബാക്ക് ടു 28 ആയോ അല്ലെങ്കിൽ 28 40 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലെല്ലാം നമ്മളത് മാനുവലി തന്നെ അത് ചേഞ്ച് ചെയ്യണം. നമുക്ക് ചേഞ്ചസ് വരുന്ന റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞ പോലെ 12-ന്ന് 5 ആവുന്നതോ 18-ന്ന് 12 ആവുന്നതും 28-ന്ന് 18 ആവുന്നതോ അല്ലെങ്കിൽ 12-ലേക്ക് മാറുന്നതോ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. പക്ഷേ ഈ 3 റേറ്റ്സ് 12%-ന് 0% ആവുന്നതോ 12 to 18 ആവുന്നതോ 5 to 0, 18 to 0, 18 to 5, 18 to 40, ഈ ഇത്രയും കാറ്റഗറീസിൽ ചേഞ്ചസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറില്ല. നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ അത് ചെയ്യണം. സോ അതിനിപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് അതിൻ്റെ കറക്റ്റ് ഏതാണ് അതിൻ്റെ പ്രോഡക്റ്റ് ടാക്സ് കോഡ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്ന മാറ്റം എന്താണെന്ന് നോക്കിയിട്ട് ഈ ടേബിളിൽ ഏത് പ്രോഡക്റ്റ് ടാക്സ് കോഡാണ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ലിസ്റ്റിങ്ങിൽ പോയിട്ട് അത് എഡിറ്റ് ചെയ്യണം. അതും ഓരോ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റിങ്ങിലും നമ്മൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഇൻവെൻട്രി എടുക്കുമ്പോൾ കാണാം, അതിൻ്റെ സൈഡിൽ എഡിറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ എഡിറ്റ് ലിസ്റ്റിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഫർ എന്നുള്ള പേജിലാണ് നമുക്ക് ടാക്സ് കോഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. സോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെല്ലർ സെൻട്രൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് ഏത് ലിസ്റ്റിങ്ങിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ലിസ്റ്റിങ്ങിൻ്റെ എഡിറ്റ് ലിസ്റ്റിങ്ങിൽ പോവുക. എഡിറ്റ് ലിസ്റ്റിങ്ങിൽ വരുമ്പോൾ നമുക്ക് ഓഫർ എന്ന് പറഞ്ഞൊരു പേജ് കിട്ടും. ഈ ഓഫറിനകത്ത് പ്രോഡക്റ്റ് ടാക്സ് കോഡ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഈ പ്രോഡക്റ്റ് ടാക്സ് കോഡ് ആണ് നമുക്ക് ആക്ച്വലി ചേഞ്ച് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാം. സോ ഇപ്പൊ നിങ്ങളുടേതിൽ എങ്ങനെയാണോ ചേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ലൈക്ക് ഇപ്പൊ 12 to 18% ആണോ, 18 to 12% ആണോ, 12 to 5% ആണോ, ഇങ്ങനെ ഏത് ടാക്സ് കോഡ് ആണോ നമുക്ക് ചേഞ്ച് ആയിരിക്കുന്നത് അത് നോക്കി ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അത് നമുക്കിവിടെ ലാസ്റ്റ് നമ്മളിവിടെ സേവ് ചെയ്താൽ നമ്മുടെ ലിസ്റ്റിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ള സേവ് ആൻഡ് ഫിനിഷ് കൊടുത്താൽ മതി. സോ അപ്പോൾ ആ ലിസ്റ്റിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് കോഡ് വരും. അപ്പോൾ ഓരോ ലിസ്റ്റിങ്ങിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആണ് വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലിസ്റ്റിങ്ങിലും ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയി ഇതേപോലെ തന്നെ GST സെറ്റിങ്സിൻ്റെ അവിടെ നമ്മുടെ ടാക്സ് കോഡ് കൊടുത്താൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ലിസ്റ്റിങ്ങിലെയും ചേഞ്ച് ആവും. പക്ഷെ നിങ്ങൾക്ക് സെപ്പറേറ്റ് പ്രോഡക്റ്റ് ആണുള്ളതെങ്കിൽ പല GST% ഉള്ള പ്രോഡക്റ്റ് ആണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ലിസ്റ്റിങ്ങിലും ഇതേപോലെ ചേഞ്ച് ചെയ്യണം.